ബാംഗ്ലൂർ ടു ഹംപി റൈഡ് യാത്രയുടെ വിവരമാണ് ഈ വീഡിയോയിൽ കാണിക്കുന്നത്. കുറേ കാലങ്ങൾക്ക് ശേഷമാണ് ഒരു 2 ഡേ റൈഡ് പോകുന്നത്. സോ ഗിയേഴ്സൊക്കെ പൊടി തട്ടി എടുത്തിട്ടുണ്ട്. അത്യാവശ്യം വേണ്ട റെയിൻകോട്ട്, ക്യാമറ, എയർ പമ്പ്, ഫസ്റ്റ് എയ്ഡ് തുടങ്ങിയ സാധനങ്ങളാണ് ഈ റൈഡിന് എടുത്തിട്ടുള്ളത്. 2 പേരുള്ളത് കൊണ്ട് ലഗേജ് മാക്സിമം ഒഴിവാക്കിയിട്ടുണ്ട്. സോ രാവിലെ ഒരു 4 മണിക്ക് പോകണമെന്ന് വിചാരിച്ചു. പക്ഷേ എഴുന്നേറ്റൊക്കെ വന്നപ്പോഴത്തേക്ക് ലേറ്റായി. ഒരു 7 മണിയായപ്പോഴാണ് നമ്മൾ ഈ യാത്രയ്ക്ക് ഇറങ്ങുന്നത്. സോ ടോപ്പ് ബോക്സ് കൂടാതെ ഒരു ചെറിയ ബാഗും എടുത്തിട്ടുണ്ട്. സോ എന്തെങ്കിലും മഴ കാരണം ഉണ്ടായാലോ എന്ന് വിചാരിച്ചിട്ട് റെയിൻ കോട്ട് വെച്ച് കവർ ചെയ്ത് വെക്കുകയാണ്. സോ അങ്ങനെ ഒരു 370 കിലോമീറ്ററാണ് വൺ സൈഡ് ഉള്ളത്. സോ ഒരു 6 മണിക്കൂർ കൊണ്ട് നമുക്ക് എത്തുന്ന രീതിയിലാണ് പ്ലാൻ ചെയ്തിരിക്കുന്നത്. സോ അങ്ങനെ നമ്മൾ രാവിലെ റൈഡ് സ്റ്റാർട്ട് ചെയ്തു. സോ അങ്ങനെ നമ്മൾ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വേണ്ടിയുള്ള പോക്കാണിത്. നമ്മുടെ ജംഗ്ഷനിൽ തന്നെയുള്ളൊരു കടയിൽ നിന്ന് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് പോകാമെന്നാണ് വിചാരിക്കുന്നത്. സോ ഒരുപാട് നാളുകൾക്ക് ശേഷം ഒരു ബൈക്ക് യാത്ര പോകുന്നതിൻ്റെ ആ ഒരു ത്രില്ലും ആ ഒരു ഹാപ്പിനെസ്സും ഒക്കെ ഉണ്ട്. കാറിൽ പോകുന്നതിനേക്കാൾ ഒരുപാട് വ്യത്യസ്തമാണ് ബൈക്കിൽ പോകുന്നത്. ഒരുപാട് റൈഡൊക്കെ പോകുന്ന ആളുകൾക്ക് അറിയാം അതിൻ്റെ ആ ഒരു ഫീൽ എന്താണെന്നുള്ളത്. സോ അപ്പോൾ അതിൻ്റെ ആ ഒരു എക്സൈറ്റ്മെൻറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് 2 പേർക്കും ഉണ്ട്. അങ്ങനെ ബ്രേക്ക്ഫാസ്റ്റൊക്കെ കഴിച്ചിട്ട് ഒരു 8:30 ഇവിടുന്ന് സ്റ്റാർട്ട് ചെയ്തപ്പോഴത്തേക്ക് കുറച്ച് ചൂടൊക്കെ ആയി തുടങ്ങി. പക്ഷേ മഴയൊന്നും ഇല്ലാത്തത് കൊണ്ട് അത്യാവശ്യം നല്ല ക്ലൈമറ്റ് തന്നെയായിരുന്നു. നമ്മൾ പോകുന്നത് ബാംഗ്ലൂർ നൈസ് റോഡ് വഴി തുംകൂർ, ചിത്രദുർഗ, ഹൊസ്പേട്ട അങ്ങനെയാണ് നമ്മൾ ചൂസ് ചെയ്തിരിക്കുന്ന റൂട്ട്. ആക്ച്വലി 2 റൂട്ടുണ്ട്. ബേലൂർ വഴിയും പോവാം. കുഡ്ലുഗേറ്റ് സൈഡിൽ നിന്നും വരുമ്പോഴുള്ള നൈസ് റോഡിൻ്റെ എൻട്രിയാണിത്. സോ നൈസ് റോഡ് എന്ന് പറയുമ്പോൾ നന്ദി ഇൻഫ്രാ കോറിഡോർ എൻ്റർപ്രൈസസ് റോഡ് എന്നാണ് അറിയപ്പെടുന്നത്. സോ ഇതൊരു പ്രൈവറ്റ്ലി ഓൺഡ് ആയിട്ടുള്ളൊരു ടോൾഡ് എക്സ്പ്രസ് വേ ആണ്. സോ ഇതിൻ്റെ മെയിൻ കണക്ടിവിറ്റി മൈസൂർ പോകേണ്ടിയവർക്കും പിന്നെ തുംകൂർ സൈഡിലോട്ടുള്ള റോഡുകളാണ്. 2 റോഡുകളാണ് നൈസ് റോഡ് വഴി നമുക്ക് കണക്ട് ചെയ്യുന്നത്. മുകളിലൂടെ പാസ് ചെയ്യുന്നതാണ് പുതിയതായിട്ട് ഓപ്പൺ ചെയ്ത യെല്ലോ ലൈൻ. ഇലക്ട്രോണിക് സിറ്റി സൈഡുള്ള പൊമ്മസാന്ദ്രയിൽ നിന്നും JP നഗർ സൈഡിലുള്ള RV റോഡിലേക്ക് പോകേണ്ടിയവർക്ക് കണക്ട് ചെയ്യുന്ന മെട്രോ ആണത്. സോ അങ്ങനെ നൈസ് റോഡിൻ്റെ ടോളിലെത്തിയിരിക്കുകയാണ്. സോ ബൈക്കിന് ടോളുള്ള ഏക ഒരു ടോൾ ആണ് നമുക്ക് ഈ യാത്രയിൽ. സോ ഏകദേശം 110 രൂപയാണ് ഇവിടുന്ന് തുംകൂർ സൈഡിലേക്ക്. സോ അങ്ങനെ ടോളൊക്കെ കൊടുത്ത് നമ്മൾ നൈസ് റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. അധികം വാഹനങ്ങളൊന്നുമില്ല. നമ്മൾ വീക്ക് ഡേയിലാണ് പോയിരിക്കുന്നത്. ഫ്രൈഡേ ആയതുകൊണ്ടാവാം എന്ന് കരുതിയിരുന്നപ്പോഴാണ് തുംകൂർ സൈഡ് എത്തിയപ്പോഴത്തേക്കും നല്ലൊരു ട്രാഫിക് ഉണ്ടായിരുന്നു. സോ അത് ഒരു ഹാഫ് ആൻ അവർ ശേഷം അവിടുന്ന് വീണ്ടും യാത്ര തുടർന്നു. അങ്ങനെ നമ്മൾ തുംകൂർ ചിത്രദുർഗ ടോൾ വേയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ ചിത്രദുർഗ എന്ന് പറയുന്നത് തന്നെ ഒരുപാട് ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു സ്ഥലമാണ്. ഒരുപാട് ഫാക്ടറികളും വിൻഡ് മില്ലുകളും പാടശേഖരങ്ങളും ഒക്കെ ഉള്ളൊരു സ്ഥലമാണ്. ചിത്രദുർഗ എന്ന് പറയുന്നത് തന്നെ ഫോർട്ട് സിറ്റി എന്നാണ്. സോ ഇവിടെ ഒരുപാട് പഴയ വിജയനഗര ഡൈനാസിറ്റിയുടെ ടെമ്പിളുകളും ഫോർട്ടുകളും ഒക്കെ കാണാനുണ്ട്. സോ അത് നമുക്ക് പിന്നീട് എപ്പോഴെങ്കിലും എക്സ്പ്ലോർ ചെയ്യാം. സോ അങ്ങനെ പോകുന്ന വഴി കടകളൊക്കെ വളരെ കുറവാണ് ഈ റോഡിൽ. സോ A to B കണ്ടപ്പോൾ അങ്ങനെ കഴിക്കാൻ നിർത്തി. ഏകദേശം 12 മണി ആയിട്ടുണ്ട്. ലഞ്ച് ഇവിടുന്ന് കഴിക്കാമെന്ന് വിചാരിച്ചു. അങ്ങനെ A to Bയിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. നോർമൽ എക്സ്പ്രസ് വേയിലെല്ലാം നമുക്ക് കാണാൻ സാധിക്കുന്നതാണ് A to B അടയാർ ആനന്ദ് ഭവൻ. ഈ കാണുന്ന പോലെ വിൻഡ് മില്ലുകളുടെ ഒരു കമനീയ ശേഖരമെന്ന് തന്നെ പറയാം. കിലോമീറ്ററുകളോളം നീണ്ടു കിടക്കുന്ന വിൻഡ് മിൽ പാടങ്ങളാണ് നമുക്ക് കാണാൻ സാധിക്കുന്നത്. സോ മുമ്പേ കണ്ട ലോറിയിൽ കൊണ്ടുപോയ ആ ഒരു ലീഫിൻ്റെ സൈസ് ആലോചിച്ചാൽ മനസ്സിലാവും എത്ര വലിയ
വിൻഡ് മില്ലുകളാണെന്ന്. അതേപോലെ തന്നെ ഒരുപാട് കാറ്റാണ് നമ്മൾ ബൈക്കിൽ പോകുമ്പോൾ തന്നെ നമുക്കത് ഫീൽ ചെയ്യും. കാറ്റ് നല്ലതായിട്ട് പിടിക്കുന്നത് നമുക്കറിയാൻ സാധിക്കും. അങ്ങനെ റീഫ്യൂൽ ചെയ്യാൻ വേണ്ടി വണ്ടി നിർത്തി. ഭാരത് പെട്രോളാണ് ഞാൻ നോർമലി യൂസ് ചെയ്യുന്നത്. സോ അപ്പോൾ അങ്ങനെ പമ്പ് കണ്ടപ്പം നിർത്തി. ഇനി മുന്നോട്ട് പോകുമ്പം പമ്പുകൾ കുറവാകാൻ സാധ്യതയുണ്ട്. സോ അതുകൊണ്ട് റീഫ്യൂൽ ചെയ്തിട്ട് പോകാമെന്ന് കരുതി. സോ ഈ കാണുന്നതാണ് ഹൊസ്പേട്ടെ ടണലിൻ്റെ എൻട്രിയാണ്. സോ അതിനോട് ചേർന്ന് തന്നെ നമുക്ക് തുംഗഭദ്ര റിസർവോയർ കാണാൻ സാധിക്കും. വളരെ ഭംഗിയുള്ളൊരു റിസർവോയറാണിത്. സോ ഇവിടെ നിന്ന് നമുക്ക് ഫോട്ടോസൊക്കെ എടുക്കാം. കുറച്ച് നേരം ഇവിടെ ടൈം സ്പെൻഡ് ചെയ്തിട്ടാണ് പോയത്. ഇവിടുന്ന് മുമ്പിലേക്ക് പോകുമ്പോൾ നമുക്ക് തുംഗഭദ്ര ഡാമിൻ്റെ ആ ഒരു വ്യൂ കാണാൻ സാധിക്കുന്നതാണ്. സോ ഈവനിങ്ങിലൊക്കെ ഇവിടെ വരുവാണെന്നുണ്ടെങ്കിൽ നല്ല ഫോട്ടോസൊക്കെ എടുക്കാൻ പറ്റിയൊരു ആംബിയൻസ് ആണ് ഈ സ്ഥലം എന്ന് പറയുന്നത്. ആ വിൻഡ് മില്ലും ആ ഒരു ടണലും അത് കാണാൻ തന്നെ ഒരു പ്രത്യേക ഭംഗിയാണ്. സോ ഈ ടണൽ കാണുമ്പോൾ നമുക്ക് ഓർമ്മ വരുന്നത് കുതിരാൻ ടണലായിരിക്കാം. പക്ഷേ അത്രയും ലോങ് അല്ല, ഇത് ഒരു 200-300 മീറ്ററാണ് ഇതിൻ്റെ നീളം. സോ ഇത് കടന്നപ്പുറത്തെത്തി ഒരു 50 കിലോമീറ്റർ യാത്ര ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഹംപിയിലെത്തുന്നതാണ്. ഹൈവേയിൽ നിന്ന് ഡീവിയേറ്റ് ചെയ്ത് ഹംപിയിലേക്കുള്ള റോഡിലേക്ക് പ്രവേശിച്ചിരിക്കുകയാണ്. സോ ദ ലോസ്റ്റ് സിറ്റി എന്നാണ് ഹംപി അറിയപ്പെടുന്നത്. വിജയനഗര സാമ്രാജ്യത്തിൻ്റെ അവശിഷ്ടങ്ങളാണ് ഹംപിയിൽ ഇപ്പോൾ ഉള്ളത്. ഒരുപാട് ചരിത്രങ്ങൾ ഇറങ്ങുന്ന സ്ഥലമാണ് ഹംപി. ഹംപിയെപ്പറ്റി അറിയണമെന്നുണ്ടെങ്കിൽ ഒരുപാട് നമുക്ക് വായിക്കേണ്ടി വരും. ഒരുപാട് അറിയേണ്ടതായിട്ടുണ്ട് ഹംപിയെപ്പറ്റി. ചുരുക്കം വാക്കുകൾ പറയുകയാണെന്നുണ്ടെങ്കിൽ വിജയനഗര സാമ്രാജ്യത്തിൻ്റെ ക്യാപിറ്റലായിരുന്നു ഹംപി. സോ അന്ന് ഹംപി ഭരിച്ചിരുന്ന രാമരായ എന്ന രാജാവായിരുന്നു. സോ അന്ന് ഹംപിയിലേക്ക് ഒരുപാട് ആളുകൾ യാത്ര ചെയ്തിരുന്നു. അതായത് യൂറോപ്പിൽ നിന്നും ഏഷ്യയിൽ നിന്നുമൊക്കെ ഒരുപാട് ആളുകൾ വ്യാപാരത്തിനായിട്ടും മറ്റു പല ആവശ്യങ്ങൾക്കായിട്ട് ഹംപിയിലേക്ക് യാത്ര ചെയ്തിരുന്നു. സോ ഹംപി മൊത്തത്തിലൊരു റിച്ച് ആൻഡ് പ്രോസ്പർ ആയിട്ടുള്ളൊരു സിറ്റി തന്നെ ആയിരുന്നു. സോ ഇവിടേക്ക് അതായത് ഒരു ബാറ്റിൽ ഓഫ് തലിക്കോട്ട എന്ന് പറയുന്ന യുദ്ധത്തിൽ 5 സുൽത്താൻമാർ ചേർന്നൊരു അലയൻസ് ഉണ്ടാക്കി. അവരാണ് ഹംപിയിലെ രാമരായ എന്ന രാജാവിനെ ബിഹെഡ് ചെയ്തു, അതായത് തലയറുത്ത് കൊന്നു എന്നാണ് വായിക്കാൻ സാധിച്ചിട്ടുള്ളത്. എൻ്റെ ഒരു അഭിപ്രായത്തിൽ ഹംപിയിലേക്ക് നിങ്ങൾ വരുമ്പോൾ ഒരിക്കലും ജസ്റ്റ് ഒരു സ്റ്റേ അല്ലെന്നുണ്ടെങ്കിൽ സ്ഥലങ്ങൾ കാണുക പോവുക എന്നുള്ള ഒരു ഇതിനുപരി നിങ്ങൾ ഹംപിയെപ്പറ്റി പഠിച്ചിട്ട് വരിക. അതായത് ഹംപിയിലെ സ്ഥലങ്ങളെപ്പറ്റിയും ഇവിടെ ഭരിച്ചിരുന്ന രാജാക്കന്മാർ ഹംപി എങ്ങനത്തെ ഒരു സ്ഥലമായിരുന്നു എന്നതിനെപ്പറ്റി പഠിച്ചിട്ട് വരുമ്പോഴായിരിക്കും കുറേ കൂടെ നമുക്ക് റിലേറ്റ് ചെയ്യാൻ പറ്റുന്നത്. സോ ഇതുപോലത്തെ ഒരുപാട് മെമ്മറീസ് അല്ലെങ്കിൽ മോണുമെൻറ്റ്സ് നമുക്ക് കാണാൻ സാധിക്കും. സോ അന്നത്തെ കാലത്ത് ഉപയോഗിച്ചിരുന്ന ഒരു ബ്രിഡ്ജാണ് ആ പൊളിഞ്ഞ് കിടക്കുന്നത്. സോ അത് നമുക്കൊരു ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ചിന്തിക്കാൻ തരുന്ന കാര്യങ്ങളാണ്. ഇവിടെയാണ് നമ്മുടെ 2 ദിവസത്തെ സ്റ്റേ ബുക്ക് ചെയ്തിരിക്കുന്നത്. വാണ്ടർലസ്റ്റ് എന്ന് പറയുന്ന ഒരു ചെറിയൊരു സ്റ്റേ ആണിത്. സോ ഇവിടെ ഹംപിയിൽ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ മിക്ക സ്റ്റേകളും ഒരു പാടത്തിൻ്റെ നടുക്ക് അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു വൈബാണ് ഹംപി. ഇതൊരു ബാംബൂവിൽ നിർമ്മിതമായിട്ടുള്ള ചെറിയ ചെറിയ ഹട്ടുകളാണ്. സോ ഇതിൻ്റെ ഡീറ്റെയിലും കാര്യങ്ങളൊക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കാം. അതുപോലെ ഞാൻ യാത്ര ചെയ്ത ഹംപിയെ പറ്റി അറിയാനുള്ള എന്തെങ്കിലും ഡീറ്റെയിൽസ് അറിയണമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് കമൻറ്റിൽ അറിയിക്കാവുന്നതാണ്. അങ്ങനെ ഈവനിങ് ഒരു 4 മണി കഴിഞ്ഞ് നമ്മൾ സ്റ്റേയിലെത്തിയപ്പോഴേക്കും ഒരു ഈവനിങ് വൈബിൽ നമുക്ക് ഹംപിയെ കാണാൻ പറ്റി. സൺസെറ്റിൽ കാര്യങ്ങളൊക്കെ ഹംപിയുടെ സ്ഥലങ്ങളൊക്കെ കാണാൻ പറ്റി. സോ കുറച്ച് സമയം റെസ്റ്റ് എടുത്തിട്ട് പുറത്തേക്ക് ഇറങ്ങാമെന്നാണ് പ്ലാന്. അങ്ങനെ ചായയൊക്കെ കുടിച്ച് നേരെ ഒന്ന് പുറത്തോട്ടിറങ്ങി ജസ്റ്റ് ഒന്ന് ഒരു ഡ്രൈവിന് വേണ്ടി ഒരു കഫേയിൽ പോകാമെന്ന് വിചാരിച്ചിട്ട് ഇറങ്ങിയതാണ്. രാവിലെ അങ്ങനെ സ്റ്റേയുടെ അടുത്തുള്ളൊരു ഹോട്ടലിൽ നിന്നാണ് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചത്. അങ്ങനെ അവിടെ വന്നിരുന്നപ്പോൾ അവിടെ കുറച്ച് ആളുകളെയൊക്കെ പരിചയപ്പെടുകയും അവരുമായിട്ട് സംസാരിക്കുകയൊക്കെ ചെയ്തു. സോ അവർ ഹെൽമെറ്റിൻ്റെ ഡീറ്റെയിലും ക്യാമറയുടെ ഡീറ്റെയിലും ഒക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. സോ അതാണ് പുള്ളി ഇങ്ങനെ എക്സൈറ്റഡ് ആയിട്ട് നോക്കുന്നത്. സോ ഇതാണ് ഹംപി ബസാർ എന്നറിയപ്പെടുന്ന സ്ഥലം. അതായത് പണ്ട് കാലത്ത് ഹംപിയിലെ ഒരു മാർക്കറ്റ് ഏരിയ ആണിത്. നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിരുപക്ഷ ടെമ്പിളിലേക്കാണ്. സോ അത് പോകുന്ന വഴിയാണിത്. ഇതാണ് വിരുപക്ഷ ടെമ്പിളിൻ്റെ എൻട്രി. കർണാടകയിലെ വൺ ഓഫ് ദ ടോളസ്റ്റ് ഗോപുരമാണ് ഈ ടെമ്പിളിനുള്ളതെന്നാണ് അറിഞ്ഞത്.
സോ ഇതൊരു ശിവൻ്റെ അമ്പലം എന്ന് പറയാം. 7th സെഞ്ച്വറിയിൽ നിർമ്മിതമായിട്ടുള്ള ഒരു ദ്രാവിഡ സ്റ്റൈലിൽ ഉണ്ടാക്കിയിട്ടുള്ളൊരു ടെമ്പിളാണ്. വളരെ ഭംഗിയുള്ളൊരു ടെമ്പിൾ തന്നെയാണ്. സോ അതിനോട് ചുറ്റും ഒരു കുളവും പിന്നെ അതിലെ ആർക്കിടെക്ചറും ഒക്കെ കണ്ടിരിക്കേണ്ട ഒരു കാര്യങ്ങൾ തന്നെയാണ്. സോ അങ്ങനെയാണ് ഇവിടെ ഒരു രസകരമായിട്ടുള്ള കാഴ്ച കണ്ടത്. ആളുകളുടെ നിന്നും പൈസ വാങ്ങിയിട്ട് പാപ്പാൻ്റെ കയ്യിൽ കൊടുക്കുന്ന ഒരു ആനയാണ് കാണാൻ സാധിച്ചത്. സോ നല്ലൊരു രസകരമായിട്ടുള്ള കാഴ്ച തന്നെയാണത്. സോ അവർക്കൊരു വരുമാനമാവും, ആനയ്ക്കുള്ള ഫുഡ് വാങ്ങിക്കാനുള്ള ക്യാഷും ആവും, ആളുകൾക്ക് സന്തോഷമാവും. അങ്ങനെ അതൊക്കെ കണ്ട് ടെമ്പിളൊക്കെ എക്സ്പ്ലോർ ചെയ്തിട്ട് അടുത്ത സ്ഥലത്തേക്ക് നമ്മൾ പോയി. ഹംപി യുനെസ്കോയുടെ വേൾഡ് ഹെറിറ്റേജ് സൈറ്റിൽ പെട്ടിട്ടുള്ളൊരു സ്ഥലമാണ്. അതായത് ഒരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. അപ്പോൾ ഇവിടെ ഒരുപാട് റോഡിൻ്റെ സൈഡിലൊക്കെ ഒരുപാട് പൊളിഞ്ഞു കിടക്കുന്ന ബിൽഡിങ്ങുകളൊക്കെ കാണാൻ പറ്റും. പക്ഷേ അതൊന്നും ആർക്കൊന്നും ചെയ്യാൻ സാധിക്കില്ല, കാരണം അതൊരു പ്രൊട്ടക്റ്റഡ് ഏരിയ ആണ്. ലൈക്ക് നമ്മുടെ താജ്മഹൽ പോലൊക്കെയുള്ള സ്ഥലങ്ങൾ. ഇപ്പോൾ നമ്മൾ പോയിക്കൊണ്ടിരിക്കുന്നത് വിജയവിത്താല ടെമ്പിളിലേക്കാണ്. സോ ഇതൊരു 1400കളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുള്ളൊരു ടെമ്പിളാണ്. സോ ഇവിടെ നമ്മുടെ 50 രൂപ നോട്ടിൽ കാണുന്ന ആ പിക്ചർ വിജയവിത്താല ടെമ്പിളിൽ നിന്നുള്ളതാണ്. ബട്ട് നമുക്കവിടെ പ്രവേശിക്കാൻ സാധിച്ചില്ല, കാരണം ഭയങ്കര റഷായിരുന്നു. ഓൾറെഡി നമ്മൾ വളരെ ടയർഡായിരുന്നു, നല്ല ചൂടായിരുന്നു ഹംപി. സോ ഹംപി ആക്ച്വലി എപ്പോഴും ഒരു നവംബർ എൻഡ് ഡിസംബർ ജാനാണ് വിസിറ്റ് ചെയ്യാൻ ഏറ്റവും ബെസ്റ്റ് ടൈമിങ്. സോ അതുകൊണ്ട് നമ്മളത് നെക്സ്റ്റ് ടൈമിലേക്ക് മാറ്റി വെക്കേണ്ടി വന്നു. ടെമ്പിൾ എൻട്രി അല്ലേ അതെ. ಟೆಂಪಲ್ ಎಷ್ಟು ದೂರ ಇದೆ ಟೆಂಪಲ್? ಇಲ್ಲ, ಅಲ್ಲಿ ತುಂಬಾ ಕ್ಯೂ ನೋಡಿದ್ರೆ ಅದು ತುಂಬಾ 1 ಕಿಲೋಮೀಟರ್. ಬೆಳಿಗ್ಗೆ ಎಷ್ಟು ಗಂಟೆಗೆ ಓಪನ್? 8 ಗಂಟೆ. എൻ്റെ കന്നഡ കയറ്റുന്ന ചേട്ടൻ്റെ അത്യാവശ്യം പിടിച്ചിരിക്കാനുള്ള കന്നഡയൊക്കെ പറഞ്ഞേ പറ്റൂ. സോ ഇവിടെ ഈ കാണുന്നതൊക്കെ കേരളത്തിൽ നിന്ന് ടൂർ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളൊക്കെ ഉണ്ടായിരുന്നു. സോ അതുകൊണ്ടാവാം ഒരുപാട് റഷ് ഉണ്ടായിരുന്നു. സോ വഴിയിലൂടെ വണ്ടി ഓടിക്കുമ്പോൾ ഇതുപോലുള്ള ആളുകൾ ഫ്രണ്ടിലേക്ക് കയറ്റി വെക്കും, ശ്രദ്ധിച്ചു പോവുക. സോ അങ്ങനെ കേരളത്തിൽ നിന്ന് വന്നിട്ടുള്ള ടൂർ വന്നിട്ടുള്ള ഒരുപാട് കുട്ടികളെ കാണാൻ സാധിച്ചു. എനിക്ക് തോന്നുന്നു ആനന്ദം മൂവിക്ക് ശേഷമാണ് ഹംപി കേരളത്തിൽ ഇത്രയും ഫേമസ് ആയിട്ടുള്ളത്. പ്രൈവറ്റ് ബസ്സിലൊക്കെ വരുന്നവരുടെ ശ്രദ്ധയ്ക്ക്, ബസ് ഇവിടെ ഇട്ടിട്ടാണ് ഏകദേശം 1 കിലോമീറ്റർ നടന്നിട്ടാണ് അതിൻ്റെ എൻട്രി പോയിന്റിലെത്തിയത്. അവിടെ നിന്ന് വീണ്ടും ഒരു കിലോമീറ്റർ നടക്കേണ്ടി വരും. സോ കുട്ടികളൊക്കെ അതോർത്ത് നടക്കാൻ പ്രിപ്പയർ ആയിട്ട് തന്നെ വരണം. ഹംപി പറയുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഏകദേശം 30 കിലോമീറ്ററിനകത്ത് തന്നെ ഹംപിയിലെ ഒട്ടുമിക്ക സ്ഥലങ്ങൾ നമുക്ക് കവർ ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഈ പോയിക്കൊണ്ടിരിക്കുന്ന സ്ഥലത്തു നിന്ന് അകത്തോട്ടുള്ള ഒരുപാട് വഴികളിലൂടെ പോയി കഴിഞ്ഞാൽ നമുക്ക് മറ്റു സ്ഥലങ്ങളിൽ എത്തിച്ചേരാൻ പറ്റും. സോ ഇവിടെ ഒരു ഫോട്ടോ എക്സിബിഷൻ പോലെയുണ്ട്. അതായത് ഇവിടുന്ന് കണ്ടെത്തിയിട്ടുള്ള പഴയ കാര്യങ്ങളൊക്കെ സൂക്ഷിച്ചു വെച്ചിരിക്കുന്ന ഒരു എക്സിബിഷനാണ്. സോ അവിടെ ഞാൻ കയറിയില്ല. സോ അവിടുന്ന് പോയപ്പോഴാണ് ഇങ്ങനെ വേറൊരു വഴി കിടക്കുന്നത്. എൻ്റെ ബൈക്ക് ആയതുകൊണ്ട് നമുക്കവിടെ പോകാൻ സാധിക്കും. സോ അങ്ങനെ പോയപ്പം ഫ്രണ്ടിലൊരു ഒക്ടഗണൽ ഷേപ്ഡ് പബ്ലിക് ബാത്തിൻ്റെ ഒരു ഏരിയ ഉണ്ട്. സോ അങ്ങനെ ചുമ്മാ അതിൻ്റെ ഇടയിലൂടെയൊക്കെ ഒന്ന് എക്സ്പ്ലോർ ചെയ്തു. എന്തായാലും എക്സ്പ്ലോർസ് ഓഫ് റോഡ് വണ്ടി കയ്യിലിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ആ ധൈര്യത്തിൽ വണ്ടി കൊണ്ട് പോയി. ഒരു നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഇവിടുന്ന് നമ്മൾ നേരെ പോയത് ക്വീൻസ് ബാത്ത് എന്ന് പറയുന്ന സ്ഥലത്തേക്കാണ്, അഥവാ സ്നാനഗ്രഹം. സോ ഇതൊരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു സ്നാനഗ്രഹമാണ്. ഇത് മുഗൾ രാജാക്കന്മാരുടെ സമയത്ത് നിർമ്മിച്ചതാണെന്ന് പറയപ്പെടുന്നു.
വിജയനഗര കുടുംബത്തിലെ രാജ്ഞിമാർ ഇവിടെ കുളിച്ചിരുന്ന സ്ഥലമാണ്. സോ രാജാക്കന്മാർ പത്നിമാരുമായൊക്കെ ഇവിടെ സമയം ചെലവഴിച്ചിരുന്നതായി രേഖകളിലൊക്കെ പറയപ്പെടുന്നുണ്ട്. ഇതിന് ചുറ്റും ഒരു കിടങ്ങ് പോലെ കാണാം. അതായത് അതിൻ്റെ ഒരു സെക്യൂരിറ്റിക്ക് വേണ്ടിയാണ് ഒരേ ഒരു എൻട്രി മാത്രമേ ഉള്ളൂ. നമ്മൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. ഇവിടെ വെള്ളം നിറച്ച് വെച്ച് അത് പൂക്കളാൽ അലങ്കരിക്കപ്പെട്ട് വെച്ചിരുന്നു എന്നാണ് ഇവിടെ ഗൈഡൊക്കെ നമ്മളോട് പറഞ്ഞു തന്നത്. ಅಕ್ಕ ವಿಡಿಯೋ ಮಾಡಿ ಪರವಾಗಿಲ್ಲ. ಥ್ಯಾಂಕ್ ಯು. ಪ್ರಾಕ್ಟೀಸ್. അടുത്ത നമ്മൾ പോകുന്നത് ലോട്ടസ് മഹാളിലേക്കാണ്. സോ അതിൻ്റെ എൻട്രിയിൽ നമുക്ക് ടിക്കറ്റ് ഉണ്ട്, 40 രൂപ എന്താണ് ഒരാൾക്ക്. സോ അവിടെ ഓൺലൈനായിട്ട് തന്നെ നമുക്ക് ബുക്ക് ചെയ്യാൻ പറ്റും. സോ ഈ കാണുന്നതാണ് ലോട്ടസ് മഹാൾ. സോ ഇതും ഒരു ഇൻഡോ ഇസ്ലാമിക് സ്റ്റൈലിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു റെസ്റ്റിംഗ് റൂം എന്ന് വേണമെങ്കിൽ പറയാം. സോ ഇത് നിർമ്മിക്കപ്പെടാതെ പോയിട്ടുള്ള അല്ലെങ്കിൽ നശിപ്പിക്കപ്പെട്ടു പോയിട്ടുള്ള ഒരു ഇതിൻ്റെ ബേസാണ്. സോ ഈ കാണുന്നതാണ് ഇവിടുത്തെ ആനത്തൊട്ടിൽ. ഈ കാണുന്ന റൂമുകളിൽ 11 ആനകളെ താമസിപ്പിക്കാൻ പറ്റുമായിരുന്നു. സോ ഇത് രാജാക്കന്മാരുടെ സഞ്ചാരത്തിനായിട്ടും യാത്രകൾക്കായിട്ടും ഉപയോഗിച്ചിരുന്നു. അതുകൂടാതെ ഫംഗ്ഷനുകൾക്കൊക്കെ യൂസ് ചെയ്തിരുന്ന ഒരു സ്ഥലമാണെന്ന് അറിയപ്പെടുന്നത്. സോ ഇതിന് പുറത്തായിട്ട് നമുക്ക് കാണാൻ പറ്റും ഭടന്മാരുടെ ഒരു വിശ്രമ കേന്ദ്രവും അതിന് നടുക്കായിട്ട് വലിയൊരു ഗ്രൗണ്ട് പോലത്തെ ഒരു സ്ഥലമൊക്കെ കാണാൻ പറ്റും. നല്ല ഭംഗിയാണത് കാണാനും ഒക്കെ. ഹംപിയിൽ നിന്നും കണ്ടെടുത്തിട്ടുള്ള ഒരുപാട് ശില്പങ്ങൾ ഇവിടെ പ്രദർശിപ്പിച്ചിട്ടുണ്ട്. ഒരുപാട് നൂറ്റാണ്ടുകൾ പഴക്കമുള്ള വിഗ്രഹങ്ങളും അതിലെ കൊത്തുപണികളും ഒക്കെയാണ്. അതിൻ്റെ സൈഡിൽ അതിൻ്റെ ഡേറ്റൊക്കെ എഴുതി വച്ചിരിക്കുന്നത് കാണാൻ സാധിക്കും. അങ്ങനെ സമയം 3:30 നല്ല വിശപ്പുണ്ടായിരുന്നു. മാംഗോ ട്രീ റെസ്റ്റോറൻറ്റിൽ വന്നിട്ട് വെജിറ്റേറിയൻ സൗത്ത് ഇന്ത്യൻ മീൽസൊക്കെ കഴിച്ചിട്ട് തിരിച്ച് റൂമിലേക്ക് പോകാമെന്ന് കരുതി. എന്നിട്ട് വെയിലൊക്കെ താണൊരു ഈവനിങ് ടൈമിലൊന്ന് പുറത്തിറങ്ങാമെന്ന് വിചാരിച്ചു. ഒരുപാട് സ്ഥലങ്ങൾ കാണാനോ എക്സ്പ്ലോർ ചെയ്യാനുള്ള സമയമില്ലായിരുന്നു. സോ അതുകൊണ്ട് നമ്മൾ കുറച്ച് സ്ഥലങ്ങൾ കണ്ടു. ബാക്കി നമുക്ക് പിന്നീട് വരുമ്പോൾ കാണാമല്ലോ എന്ന് കരുതി. അങ്ങനെ ഈവനിങ് ഒരു ചായയൊക്കെ കുടിച്ചിട്ട് കുറച്ച് സമയം എന്തെങ്കിലും ചെയ്യണമല്ലോ എന്ന് കരുതി റൂമിന് ബാക്ക് സൈഡിലൊരു പ്ലേസ് ഉണ്ട്. സോ അവിടെ തന്നെയാണ് തുംഗഭദ്ര നദി ഒഴുകുന്നത്. ഒരു 500 മീറ്റർ ദൂരമേ ഉള്ളൂ താമസിക്കുന്ന സ്ഥലത്ത് നിന്ന്. സോ അങ്ങനെ ഇവിടെ വന്നു. വൈകുന്നേരം കുറച്ച് സമയം ഇവിടെ സ്പെൻഡ് ചെയ്ത് ഫോട്ടോസൊക്കെ എടുത്ത് വെള്ളം കുറവായതുകൊണ്ട് നമുക്ക് അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ സാധിക്കും. അങ്ങനെ അപ്പുറത്തെ സൈഡിലെത്തിക്കഴിയുമ്പോൾ നല്ല ബ്യൂട്ടിഫുൾ വ്യൂ ആണ്. വൈകുന്നേരം ഇവിടെ ചില്ല് ചെയ്യാൻ വന്ന ആളുകളൊക്കെ ഇവിടെ നിൽക്കുന്ന കാണാം. പാവം ചേട്ടന്മാരെ ഞാൻ ഓടിച്ചു അപ്പുറത്തെ സൈഡിലേക്ക് പോകാൻ വേണ്ടി. നല്ലൊരു എക്സ്പീരിയൻസ് തന്നെയാണിത്. നദിയിൽ ഇറങ്ങി കുളിക്കേണ്ടവർക്ക് കുളിക്കാൻ, കാരണം അധികം ആഴമൊന്നും ഇല്ലാത്തത് കൊണ്ട് സേഫ് ആണെന്ന് തോന്നുന്നു. ബട്ട് ബി കെയർഫുൾ. അങ്ങനെ കുറച്ച് സമയം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് നേരെ അപ്പുറത്തേക്ക് പോകാമെന്ന് കരുതി. വളരെ മനോഹരമായിട്ടുള്ള കാഴ്ചയാണ് ഇക്കരെ എത്തിക്കഴിഞ്ഞപ്പോൾ നമുക്ക് കാണാൻ സാധിക്കുന്നത്. അതായത് പൊളിഞ്ഞു കിടക്കുന്ന ഒരു പാലത്തിൻ്റെ അവശിഷ്ടങ്ങളാണ്. കൽത്തൂണുകളിൽ നിർമ്മിക്കപ്പെട്ടിട്ടുണ്ടായിരുന്ന പാലമാണെന്ന് തോന്നുന്നു. ഇവിടെ നിന്ന് ഫോട്ടോസൊക്കെ എടുത്ത് നേരെ തിരിച്ച് ഒരു കഫേയിലേക്കാണ് പോയത്.
അത്യാവശ്യം നല്ല വൈബുള്ളൊരു കഫേയാണ്. ഹിഡൻ പ്ലേസ് എന്നാണ് ഈ കഫേയുടെ പേര്. സോ ഒരു ഓലി ഒഴുകുന്നുണ്ട് അതിനിടയിലൂടെ. സോ അവിടെ ആളുകൾക്ക് അതിനിടയിൽ തന്നെ ഇരുന്ന്, അതായത് കാലൊക്കെ വെള്ളത്തിലിട്ട് ചില്ല് ചെയ്ത് നമുക്ക് ആഹാരമൊക്കെ കഴിക്കാൻ പറ്റും. ഇത് ഹംപിയുടെ സനാപ്പൂർ സൈഡിലാണ് വരുന്നത്. കുട്ടികളുടെ ഒച്ച കേട്ട് നോക്കിയപ്പോഴാണ് ഈ ഒരു ക്ഷണിക്കപ്പെടാത്ത അതിഥിയെ കണ്ടത്. സോ ഇങ്ങനെയൊക്കെയുള്ള സ്ഥലത്ത് രാത്രിയിൽ പോയിരുന്ന് കഴിക്കുമ്പോൾ ഇതൊക്കെ സൂക്ഷിച്ചോളണം. സോ അങ്ങനെ അവിടുന്ന് ഫുഡൊക്കെ കഴിച്ച് നേരെ നമ്മൾ റൂമിലേക്ക് പോയി നാളെ തിരിച്ചു പോകേണ്ടതാണ്. രാവിലെ അലാറം അടിക്കാതെ തന്നെ ഉണരേണ്ടി വന്നു. എന്താണെന്ന് അറിയാൻ പുറത്ത് നോക്കിയപ്പോഴാണ് കാണാൻ സാധിച്ചത് ഒരു കുരങ്ങന്മാരുടെ ഒരു പട തന്നെ ഉണ്ടായിരുന്നു. അവിടെ മാവിലൊക്കെ ചെറിയ കണ്ണിമാങ്ങയൊക്കെ കഴിക്കാനും ഒക്കെ വന്നതാണെന്ന് തോന്നുന്നു. പട്ടി അതിൻ്റെ പുറകെ കുറേ ഓടുന്നുണ്ടായിരുന്നു. സോ ഇത് നമ്മുടെ നാട്ടിൽ കാണുന്ന ടൈപ്പ് കുരങ്ങനല്ല, ഇത് വേറൊരു ടൈപ്പ് കുരങ്ങാണ്. എനിക്ക് തോന്നുന്നു സിംഹവാലൻ ടൈപ്പ് കുരങ്ങുകളാണ്. ബട്ട് അവരിങ്ങനെ ഓടിച്ചാടി കളിച്ച് കുറേ നേരം അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയപ്പോഴത്തേക്ക് തിരിച്ചവർ കാട്ടിലേക്ക് തന്നെ പോയി. അങ്ങനെ ഹംപിയോട് താൽക്കാലികമായിട്ട് വിട പറഞ്ഞുകൊണ്ട് തിരിച്ച് ബാംഗ്ലൂരേക്ക് യാത്ര ആരംഭിച്ചു. ഏകദേശം ഒരു 8 മണിയൊക്കെ ആയി നമ്മളിവിടെ നിന്ന് ഇറങ്ങിയപ്പോൾ 2 മണിയൊക്കെ ആകുമ്പോൾ റീച്ച് ആവണമെന്നുള്ള രീതിയിലാണ് പോയത്. സോ ഓൺ വേയിൽ കുറച്ച് കാര്യങ്ങളൊക്കെ നടന്നു. വഴിയിലൊക്കെ ആളുകളെയൊക്കെ കണ്ടു, കുട്ടികളൊക്കെ ടാറ്റയൊക്കെ തരുന്നുണ്ടായിരുന്നു. നമുക്ക് റൈഡ് ചെയ്യുമ്പം കിട്ടുന്ന ഒരു സന്തോഷമാണ്, മറ്റുള്ളവർ നമ്മളെ കാണുമ്പോൾ ഒരു ഹാൻഡ് വേവ് ഒക്കെ തരുമ്പോൾ ഭയങ്കര സന്തോഷമാണത് കാണാൻ. ഈ ഒരു ഹൈവേയിൽ യാത്ര ചെയ്യുമ്പോൾ നമുക്ക് 2 സൈഡും ഇങ്ങനെ ചുവന്നിരിക്കുന്നത് കാണാൻ സാധിക്കും. ഇവിടെ ഒരുപാട് മൈനിങ് ഏരിയകളുണ്ട്. സോ അതുകൊണ്ടാണെന്നാണ് തോന്നുന്നത്. അതേപോലെ യാത്ര ചെയ്യുമ്പോൾ മാക്സിമം നമ്മൾ റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക. അതെന്താണെന്ന് ഞാൻ പറയാം. അതേപോലെ വഴിയുടെ സൈഡിലായിട്ട് പശുക്കളും പട്ടിയൊക്കെ കാണാം. അപ്പം മാക്സിമം ഹോണൊക്കെ അടിച്ചു പോകാൻ ശ്രമിക്കുക. സോ പോകുന്ന വഴിയിൽ എൻ്റെ ജാക്കറ്റിൻ്റെ സിബ് ആക്ച്വലി ഇളകിപ്പോയായിരുന്നു. സോ അത് ശരിയാക്കാൻ പലയിടത്തും നോക്കി എങ്ങും കണ്ടില്ല. സോ എന്തോ ഒരു കോയിൻസിഡൻസ് പോലെ ഇവിടെ കരിക്ക് കുടിക്കാൻ നിർത്തിയപ്പോൾ ആ കടയിലെ ചേട്ടൻ ഇങ്ങോട്ട് ചോദിച്ചു, ജാക്കറ്റിൻ്റെ സിബ് പൊട്ടിയതാണോ എന്ന് ചോദിച്ചിട്ട് പുള്ളി വെറും 10 സെക്കൻഡ് കൊണ്ട് പുള്ളി അതെനിക്ക് റെഡിയാക്കി തന്നു. ഈ പുള്ളിയാണത്. അപ്പോൾ പുള്ളിയോട് ഞാൻ താങ്ക്സ് ഒക്കെ പറഞ്ഞ്, എനിക്ക് വിശ്വസിക്കാൻ പറ്റില്ല. കാരണം അത്രയും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് നടന്നൊരു കാര്യമാണ്. നമ്മൾ യാത്ര ചെയ്യുമ്പോൾ അങ്ങനെയാണ്, നമ്മൾ ഒരു പരിചയമില്ലാത്ത ആളുകളായിരിക്കും നമ്മളെ ചിലപ്പോൾ സഹായിക്കുന്നത്. സോ അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് വീണ്ടും മുന്നിലേക്ക് യാത്ര തുടർന്നു. സോ ഇടയ്ക്കൊരു സർവീസ് റോഡ് എത്തിയപ്പോഴത്തേക്ക് ലെഫ്റ്റ് സൈഡ് എടുക്കാൻ നേരത്തപ്പോൾ ആ ഫ്രണ്ടിൽ പോകുന്ന ലോറി സർവീസ് റോഡിലേക്ക് കയറുകയാണ്. അതായത് ഫ്രണ്ടിൽ റോഡ് സ്റ്റോപ്പ് ചെയ്തിരിക്കുകയാണ് കൺസ്ട്രക്ഷൻ കാരണം. അങ്ങനെ ലെഫ്റ്റ് സൈഡിലൂടെ ഓവർടേക്ക് ചെയ്യാൻ വേണ്ടി ശ്രമിച്ചപ്പോഴാണ് അവിടെ ഒരു എയ്സ് വണ്ടി റിവേഴ്സ് വരികയാണ്. സോ അപ്പോൾ ജസ്റ്റ് ഞാൻ റൈറ്റിലോട്ട് എടുത്തു, അതിൻ്റെ സൈഡിലൊന്ന് തട്ടി. ബട്ട് ബാലൻസ് പോയില്ല, ഞാൻ മാക്സിമം വണ്ടി പിടിച്ച് നിർത്തി. സോ ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ നമുക്ക് റൈഡിലൊക്കെ സംഭവിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് എപ്പോഴും റൈഡിങ് ഗിയേഴ്സും കാര്യങ്ങളൊക്കെ യൂസ് ചെയ്യുക എന്ന് പറയുന്നത്. എന്തെങ്കിലും താഴെ വീണാൽ തന്നെ നമുക്കൊന്നും പറ്റാതിരിക്കാൻ വേണ്ടി. സോ അങ്ങനെ സേഫായിട്ട് നമ്മൾ തിരിച്ചൊരു 2 മണിയോളം ആയപ്പോൾ തിരിച്ചെത്തിയിരിക്കുകയാണ്. സോ ഇതാണ് ബാംഗ്ലൂർ ഹംപി റൈഡിനെ പറ്റി പറയാനുള്ളത്. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.